നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആത്മീയ രംഗത്തെ അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ഏതൊരു ധ്യാനത്തിൻ്റെയും നമ്മൾ ആത്മീയത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ധ്യാനാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ പ്രപഞ്ചവുമായിട്ടുള്ള താദാത്മ്യമാണ് സംഭവിക്കുന്നത്. ഏത് ധ്യാനത്തിലൂടെയും സംഭവിക്കുന്നത് പ്രപഞ്ചവുമായിട്ടുള്ള താദാത്മ്യം തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ പ്രപഞ്ചവുമായിട്ടുള്ള താദാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മളും പ്രപഞ്ചവും തമ്മിൽ, നമ്മളും മറ്റുള്ളവരും എന്ന് പറയുന്ന വാക്ക് പോലും അവിടെ അർത്ഥശൂന്യമാണ്. പക്ഷേ ഭാഷയുടെ പരിമിതികൾ കൊണ്ട് മാത്രമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടത്, ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയോട് ആരോ ചോദിച്ചു അത്രേ, അമ്മ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നത്, എങ്ങനെയാണ് അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാൻ സാധിക്കുന്നത് എന്ന്. സാധാരണ പലരും ചോദിക്കാറുണ്ട്, മൈൻഡ് റീഡിങ്, മനസ്സ് വായന സാധ്യമാണോ എന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം ആരോ ഒരാള് ചോദിക്കുന്നത് ദേവിയോടാണ്. ആ സമയത്ത് അമൃതാനന്ദമയി ദേവി തിരികെ ചോദിച്ചു എന്ന് ഇപ്രകാരം ചോദിച്ചു അത്രേ, ആരാണ് മറ്റുള്ളവർ? മനസ്സിലാവുന്നുണ്ടോ? ആരാണ് മറ്റുള്ളവർ? അതായത് അവിടെ മറ്റുള്ളവർ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഉള്ളിലെ ചിന്തകളെ വായിക്കാൻ സാധിക്കുമെങ്കിൽ, ഞാനും പ്രപഞ്ചവും ഒന്നാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട് എങ്കിൽ, എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ബോധത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു വിലയം പ്രാപിക്കാൻ, ഒരു സമന്വയം, അതാണ് ഏറ്റവും ഏതൊരു ധ്യാനത്തിലൂടെയും സംഭവിക്കുന്നത്. ഈ വിലയം പ്രാപിക്കലിന് വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗമാണ് ഭ്രമരി പ്രാണായാമം. പ്രാണായാമങ്ങൾ ഒരുപാടുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പ്രാണായാമങ്ങളുണ്ട്. അതിലെ വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാണായാമമാണ് ഭ്രമരി. ഭ്രമരി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമമാണ്. അതിൻ്റെ ഏറ്റവും ബേസ്, ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്, ഭ്രമരമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വണ്ട് എന്നാണ് അതിൻ്റെ മലയാളത്തിലെ അർത്ഥം. മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ അർത്ഥം. സംസ്കൃതത്തിലെ അർത്ഥമാണെന്ന് തോന്നുന്നു. ചില സംസ്കൃത പദങ്ങൾ മലയാളത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു വണ്ടിന്റെ മൂളൽ നിങ്ങൾക്കറിയാം, എന്നിങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. ഈ മൂളൽ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് വാസ്തവത്തിൽ ഭ്രമരി പ്രാണായാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയും. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ വണ്ടിന്റെ മൂളൽ സൃഷ്ടിക്കുന്നത്, ആത്മീയ മേഖലയിലെ വളരെയധികം പഠനങ്ങൾ നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത്, വളരെയധികം അനുഭവ സമ്പത്തൊക്കെയുള്ള ഒരു സുഹൃത്ത്, നമ്മുടെ ചക്ര മെഡിറ്റേഷൻ 1 ഫസ്റ്റ് ബാച്ചിലാണ്. അപ്പൊ ഈ ഭ്രമരിയെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു അത്രേ, ഈ ഭ്രമരി പ്രാണായാമം ചെയ്യണം, ഈ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ അമ്മയെ കളിയാക്കിയിരുന്നു. ഈ വണ്ട് മൂളുന്ന ഈ മൂളലും മൂളി ഇരുന്നിട്ട് എന്താണ് കാര്യം, അമ്മ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് അമ്മ ഇദ്ദേഹം ചെയ്യാറില്ല. അമ്മ ചെയ്യുമ്പോഴൊക്കെ ഇദ്ദേഹം കളിയാക്കുകയും ചെയ്യും, ഇദ്ദേഹം ചെയ്യാറേ ഇല്ല. പക്ഷെ നമ്മുടെ അന്നത്തെ ആ സെഷൻ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രീയത, അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം, ആത്മീയത, ഇതൊക്കെ പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്.
അപ്പൊ എന്നോട് പറയാണ്, സാറേ ഞാൻ ഉറപ്പായിട്ടും ഇന്ന് മുതൽ കൃത്യമായിട്ട് ചെയ്യും എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ, ആദ്യം അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അമ്മയുടെ ആ ബോധത്തോടൊന്ന് ക്ഷമാപണം നടത്തിയിട്ട് ചെയ്തു തുടങ്ങിക്കോളൂ എന്ന്. ഉം. അപ്പൊ ആ ബോധത്തോട് ക്ഷമാപണം നടത്തുക എന്ന് ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ആ ബോധം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ, ആ ബോധം ഇപ്പൊ അറിയുന്നുണ്ടോ, അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒരിക്കൽ വേണ്ട, അരുത്, തെറ്റ് എന്ന് പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ, ഒരറിവിൽ തിരുത്തൽ വരുത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഭൗതികമായിട്ട് ചെയ്താലും ആത്മീയത ആത്മീയ ലെവലിൽ നമ്മുടെ ബോധത്തിന്റെ തലത്തിൽ ബോധം അതിനെ ഉൾക്കൊണ്ടു എന്ന് വരില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ആ, ഈ ഭ്രമരി, ഈ മൂളൽ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ബോധത്തെ ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അതായത് ആധുനിക ശാസ്ത്രപ്രകാരം നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ ഒരു സ്ഫോടനത്തിൽ നിന്നാണ്. അതിനെ നമ്മൾ ബിഗ് ബാങ് എന്ന് പറയും. അപ്പൊ ഈ സ്ഫോടനത്തിന്റെ ഫലമായിട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ, ആ കാലത്ത് ഉണ്ടായിരിക്കുന്ന ഊർജ തരംഗങ്ങൾ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഊർജ തരംഗങ്ങളെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, CMBR എന്ന് ചുരുക്കത്തിൽ പറയും. ഇത് പ്രാഥമികമായിട്ട് നാം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സ്പിരിച്വൽ ക്ലാസ്സിൽ വരുമ്പോ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ക്ലാസ്സിൽ വരുമ്പോ ഇങ്ങനത്തെ കടുകട്ടി സംഗതികളൊക്കെയാണോ മനസ്സിലാക്കേണ്ടതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മുടെ അറിവുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഊർജ തരംഗങ്ങളെ ഗവേഷകര് ആക്ച്വലി, ഇത് റേഡിയേഷൻ തരംഗങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന റേഡിയേഷനെ ഗവേഷകര് ശബ്ദ തരംഗങ്ങളാക്കിയിട്ട് ഒന്ന് മാറ്റിയപ്പോ, കൺവേർട്ട് ചെയ്തപ്പോ, അതിന് തുടർച്ചയായിട്ടുള്ള ഒരു മൂളൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹമ്മിങ് ശബ്ദമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഈ റേഡിയേഷനെ ശബ്ദ തരംഗങ്ങളായിട്ട് മാറ്റിയപ്പോ ഒരു ഹമ്മിങ് സൗണ്ടായിട്ട്, മൂളലായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിലെ ഫിസിക്സ് പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ ജോൺ ക്രാമർ ഇതിലെ ഈ വിധത്തിലെ ബിഗ് ബാങ്ങിന്റെ ശബ്ദത്തെ കൃത്രിമമായിട്ട് പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ആഴത്തിൽ പഠിക്കണമെങ്കിൽ, ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഈ ടേംസ് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ പറയുന്ന ഹം ശബ്ദം, ഈ പറയുന്ന മൂളൽ, ഇത് നമ്മൾ ആത്മീയ തലത്തില് ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചാൽ, ഭാരതീയ ആത്മീയതയിൽ ഇതിനെ നമ്മൾ ഓം ഓമായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഓം അല്ല, അത് പലയിടങ്ങളിലും ഓം ഓം എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഓമിന്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം എന്ന് പറയുമ്പോൾ, തുടക്കം ഓം ഓ എന്നുള്ള വാക്കിൽ തുടങ്ങുമെങ്കിൽ പോലും അതിന്റെ അവസാനം വരുന്നത് ഈ ഹം ശബ്ദത്തിലാണ്. അത് ഏകദേശം ഈ വിധത്തിലായിരിക്കും. ഓം. അപ്പൊ ഈ വിധത്തിലുള്ള ഹം ശബ്ദത്തിലാണ് അത് അവസാനിക്കുന്നത്. ഹം എന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ ഉണ്ടാകും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകും. അപ്പൊ ഭാരതീയ ആത്മീയതയില് ഇതിനെ ഓം എന്നുള്ള അക്ഷരം കൊണ്ട്, അല്ലെങ്കിൽ ഉച്ചാരണം കൊണ്ട് റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അവിടെ ആമീൻ, അവിടെയും പറയുന്ന സമയത്ത് ആമീൻ എന്ന് പറയുമെങ്കിൽ പോലും അതിൻ്റെയും അവസാനം വരുന്നത് ഇതേ ഹം ശബ്ദം തന്നെയാണ്. ഇനി അടുത്തൊരു വിശ്വാസത്തില് ആമീൻ. അപ്പൊ ഈ പറയുന്ന എല്ലാ മന്ത്രധ്വനികൾക്കും ഈ ഹം ശബ്ദ തരംഗങ്ങളുമായിട്ട്, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഈ ശബ്ദ തരംഗങ്ങളുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്.
ഇതെല്ലാം ഈ ഓമാണെങ്കിലും ശരി, ആ ആമീനാണെങ്കിലും ആമീനാണെങ്കിലും ഇതെല്ലാം വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശബ്ദത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. ഇത് പല പണ്ഡിതരും ഗവേഷകരുമൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ ആത്മീയമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് വാക്കുകളും, ഓമാണെങ്കിലും ആമീനാണെങ്കിലും ആമീനാണെങ്കിലും, ഇതെല്ലാം ഈ മൂന്ന് വാക്കുകളും സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഈ പറയുന്ന ആദിമ ശബ്ദത്തെ തന്നെയാണ്. ഇനി നമ്മൾ അതിൻ്റെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഭാരതീയ ഉപനിഷത്തുക്കള് പ്രകാരം ഈ പ്രപഞ്ചമുണ്ടായത് ഒരു അനാഹത നാദത്തിൽ നിന്നാണ്. അനാഹതനാദം എന്താണെന്ന് പിന്നാലെ പറയാം. അപ്പൊ അനാഹതം എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ തട്ടാതെ ഉണ്ടാകുന്ന ശബ്ദം. അതാണ് അനാഹതം എന്നുള്ള വാക്കിന്റെ അർത്ഥം. സാധാരണഗതിയിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ തട്ടുമ്പോൾ ആണ് ശബ്ദം ഉണ്ടാകുന്നത്. രണ്ട് കൈകൾ കൂട്ടിയടിക്കുമ്പോൾ, ഒരു ലോഹവും തമ്മിൽ തട്ടുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ തട്ടുമ്പോൾ ആണ് ശബ്ദം ഉണ്ടാകുന്നത്. പക്ഷെ അനാഹതം എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ തട്ടാതെ ഉണ്ടാകുന്ന ശബ്ദം. അതാണ് അനാഹതം. ഇനി ആ വാക്കിന്റെ അർത്ഥത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണ് എങ്കിൽ, ഇതൊരു സംസ്കൃത വാക്കാണ് അനാഹതം എന്ന് പറയുന്നത്. സംസ്കൃതത്തില് ആഹതം എന്ന് പറയുന്നത് ഒന്നിലധികം വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ശബ്ദമാണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൈകൾ കൂട്ടിയിടിക്കുന്നു, രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ലോഹ കഷ്ണങ്ങൾ കൂട്ടിയിടിക്കുന്നു, ഈ വിധത്തിൽ ഉണ്ടാകുന്ന ശബ്ദമാണ്. പക്ഷെ അനാഹതം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിമുട്ടലുകൾ ഒന്നുമില്ലാതെ സ്വയം ഉണ്ടാകുന്ന ശബ്ദം. അതാണ് അനാഹതം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ അനാഹത ശബ്ദത്തിന് ഒരു തുടക്കമോ ഒടുക്കമോ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു വിധത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങൾ നിലയ്ക്കുമ്പോൾ, ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രം കേൾക്കാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ ആധാര ശ്രുതിയാണ് അനാഹതനാദം. മറ്റുള്ള എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന, അനുഭവപ്പെടാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ആധാര ശ്രുതിയാണ് ഈ പറയുന്ന അനാഹതനാദം. ഭൂമി ഉണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ ഇവിടെ ഈ നിലനിൽക്കുന്ന ഈ ശബ്ദത്തെയാണ്, ഈ നാദത്തെയാണ് നമ്മൾ ഓംകാരം എന്ന് വിളിക്കുന്നത്. അത് ഒരു മതത്തിൻ്റെയോ ഒരു വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടേതോ അല്ല. അത് ഈ പ്രപഞ്ചം ഒന്നാകെ മുഴങ്ങുന്ന, സ്റ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിമ ശബ്ദമാണ്. കുറച്ചുകൂടി ആഴത്തില് നമ്മൾ അതിൻ്റെ ഒരു തിയറട്ടിക്കൽ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് കേട്ടോ, എങ്കിലും ഉൾക്കൊള്ളാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് പറ്റിയതുപോലെ ആയിപ്പോവും. കുറച്ചുകൂടി ആഴത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഷൂമാൻ റെസണൻസ് എന്നുള്ള ഒരു പ്രതിഭാസം, ഒരു ഫെനോമിനുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിനും അയണോസ്ഫിയർ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേജ് ഉണ്ട്. അയണോസ്ഫിയറിനും ഇടയിലുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ആവൃത്തിയാണ് നമ്മൾ ഷൂമാൻ റെസണൻസ് എന്ന് പറയുന്നത്. ആ ആവൃത്തിയുടെ ദൈർഘ്യം യൂണിറ്റ് എന്ന് പറയുന്നത് 7.83 ഹെർട്സ് ആണ്. 7.83 ഹെർട്സ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫ്രീക്വൻസി നമ്മുടെ മസ്തിഷ്കത്തിലെ ആൽഫ തേറ്റ തരംഗങ്ങളുമായിട്ട് പൊരുത്തപ്പെടും. ആൽഫ തേറ്റ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഫ്രീക്വൻസിയാണ്. നമ്മൾ ഈ ഭ്രമരി പ്രാണായാമം ചെയ്യുന്ന സമയത്ത്, അതുപോലെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഇതേ താളത്തിലേക്ക് എത്തും. അതായത് 7.83 ഹെർട്സ് എന്ന് പറയുന്ന ഇതേ താളത്തിലേക്ക് എത്തും. അതായത് പ്രപഞ്ചത്തിൻ്റെ അതേ താളത്തിലേക്ക് നമ്മുടെ മസ്തിഷ്കം എത്തും. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചവും നമ്മുടെ മസ്തിഷ്കവും ചില സമയങ്ങളിൽ ഒരേ താളത്തിൽ, ഒരേ ഫ്രീക്വൻസിയിൽ വരുന്നു എന്നുള്ളത്. ഹിപ്നോസിസിൻ്റെയൊക്കെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, പ്രപഞ്ചബോധവും നമ്മുടെ ബോധവും തമ്മിൽ ഒന്നായിത്തീരുന്ന, പരസ്പരം സംയോജിക്കുന്ന, വിലയം പ്രാപിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും ഹിപ്നോട്ടിക് സ്റ്റേറ്റിലും അതുപോലെ തന്നെ ധ്യാനാവസ്ഥകളിൽ. ആ സമയത്ത് പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകൾ, അനുഭവങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് എത്തുമെന്ന് അത്തരം ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു തിയറട്ടിക്കൽ ഭാഗം കൂടിയാണിത്. ഇനി അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഹം ശബ്ദം ബിഗ് ബാങ്ങിന് ശേഷം നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ ബാക്കിയുണ്ടായിരുന്ന ഈ മൈക്രോവേവ് തരംഗങ്ങളുടെ ആവൃത്തിയെ, തരംഗ ദൈർഘ്യത്തെ ശാസ്ത്രജ്ഞന്മാരെ കണക്കാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം 160.2 GHz ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതും ശബ്ദ തരംഗങ്ങളല്ല, ഇതും റേഡിയോ തരംഗങ്ങളാണ്. സോ റേഡിയോ തരംഗങ്ങളെ നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഈ റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളെ ശബ്ദമാക്കി മാറ്റുന്ന സമയത്ത് അതും വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു മൂളലായിട്ട് അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞ അതേ ഹം ശബ്ദമായിട്ട് അനുഭവപ്പെടും. നമ്മുടെ ഈ ഭൂമിക്ക് ഒരു തരംഗ ദൈർഘ്യം, ഫ്രീക്വൻസി ഉള്ളതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങൾക്കും മറ്റ് ഗാലക്സികൾക്കുമൊക്കെ അവരവരുടേതായിട്ടുള്ള അതാതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസികളുണ്ട്. അപ്പൊ ഇവിടെയും അവസാനം ചെന്ന് എത്തി നിൽക്കുന്നത് ഇതേ ഹം ശബ്ദത്തിൽ തന്നെയാണ്. ഇനി ഓംകാരത്തിലേക്ക് വരാം. ഓംകാരത്തിലേക്ക് വന്നാല് നമ്മുടെ സംഗീതത്തിലെ, അതുപോലെ ആത്മീയ ചികിത്സയിലെ 432 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, പ്രകൃതിയുടെ താളവുമായിട്ട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശബ്ദം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന 432 ഹെർട്സ്. നമ്മൾ ഭ്രമരി ചെയ്യുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഈ പറഞ്ഞ ഇതേ ഹം ശബ്ദം, ഇതും ഏകദേശം ഈ പറയുന്ന ഫ്രീക്വൻസിയോട് 432 ഹെർട്സിനോട് നമ്മൾ അടുത്ത് വരുമ്പോഴാണ്, ആ 432 ഹെർട്സിനോട്, ആ ഫ്രീക്വൻസിയോട് അടുത്ത് വരുന്ന സമയത്താണ് മനസ്സിന് കൂടുതൽ ശാന്തി, കൂടുതൽ സമാധാനം ഇതെല്ലാം കിട്ടുന്നത്. അപ്പോ ഈ പറയുന്ന 432 ഹെർട്സിനെ പലപ്പോഴും ഓംകാരത്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ശരി, താങ്ക് യു. സാറേ, ഒരു വിഷയം, CMBRനെ പറ്റി കൂടുതൽ അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും? ഒന്നുകൂടി പറയൂ, കേട്ടില്ല. സാറ് പറഞ്ഞ CMBR എന്ന് പറഞ്ഞ കോസ്മിക് മൈക്രോ, അതിനെ പറ്റി കൂടുതൽ ആ ടേം ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതി വെച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി.
കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദമായിട്ട് പറയാത്തത്. ഒന്ന്, ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. രണ്ട്, നമ്മുടെ സമയം നഷ്ടം വരും. ഒരു കാര്യം കൂടിയുണ്ട്, അത്രയും ആഴത്തിൽ പോയാൽ പലർക്കും വലിയ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ, താങ്കൾക്ക് അത് അറിയേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയും, ഈ ടേമുകൾ എഴുതി വെച്ചാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ധാരാളം വിവരങ്ങൾ കിട്ടും, ഒത്തിരി വിവരങ്ങൾ കിട്ടും. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഭൂമി 7.83 എന്ന് പറയുന്ന താളത്തിലാണ് സ്പന്ദിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ആകുലതകൾ വരുന്ന സമയത്ത് പൊതുവിൽ നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസി കുറച്ചുകൂടി ബ്രെയിൻ ഫ്രീക്വൻസിയുടെ വേഗത വർദ്ധിക്കും. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. പക്ഷേ ഭ്രമരിയിലൂടെ, അല്ലെങ്കിൽ മന്ത്രധ്വനികളിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ഈ പറയുന്ന ഫ്രീക്വൻസിയെ 7.83 ഹെഡ്സ് എന്ന് പറയുന്ന ഈ പ്രപഞ്ച താളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചാൽ, ഒന്ന്, മനസ്സ് വളരെ ശാന്തമാവും. രണ്ട്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഹിപ്നോസിസ് ഒക്കെ പഠിച്ചിരിക്കുന്നവർക്ക് അറിയാം, മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളിലേക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്വയം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാകാം, അല്ലെങ്കിൽ പുറമേ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാകാം. ഈ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് പാകമാവും. അതായത് ധ്യാനാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. എങ്ങനെ? ഈ ഫ്രീക്വൻസിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സംഭവിച്ചു കഴിയുന്ന സമയത്ത്, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പറയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് പ്രാപ്തമാകും. ആ സമയത്ത് നല്ല നിർദ്ദേശങ്ങൾ, നല്ല ചിന്തകൾ മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിച്ചാൽ അവിടെ അതിനനുസരിച്ചുള്ള സാധാരണമായിട്ടുള്ള മാറ്റം സംഭവിക്കും. അപ്പോ ഇവിടെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ശരിക്കും അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, ഈ അറിവുകളെല്ലാം നമ്മളിലുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ബേസിക് സോഫ്റ്റ്വെയറുകൾ നമ്മളിലുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ബേസിക് സോഫ്റ്റ്വെയറുകളുണ്ട്. ഒരു കോഴിമുട്ട വിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ വിധത്തിൽ ആണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്? ഇനി കോഴിക്കുഞ്ഞിന്റെ കാര്യം പോട്ടെ, ഒരു മനുഷ്യക്കുട്ടിയുടെ കാര്യം എടുക്കൂ, മനുഷ്യക്കുഞ്ഞിന്റെ കാര്യം എടുക്കൂ. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാല് കുടിക്കേണ്ടത് എന്നുള്ളത്, മുലപ്പാൽ കുടിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഏത് വിധത്തിലാണ് ഈ കുഞ്ഞ് മനസ്സിലാക്കുന്നത്? അത് ചെറിയൊരു പ്രോസസ്സല്ല, നിങ്ങൾക്കറിയാം, അതൊരു കുഞ്ഞു പ്രോസസ്സല്ല. എങ്ങനെയാണ് ഈ കുഞ്ഞ് മനസ്സിലാക്കുന്നത്? അപ്പോ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഇതിപ്പോ പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഭയങ്കരമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ. ഭയങ്കരമായിട്ട് മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത്, അതുപോലെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകുന്ന സമയത്ത്, നമ്മൾ ആദ്യം ഈ ശരീരം ക്ഷീണിക്കുന്ന സമയത്ത് മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കി വെച്ചിട്ട് ഈ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? മുകളിലേക്ക് പോകും, അല്ലേ? അപ്പൊ ഈ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, അല്ലെങ്കിൽ ശരീരം ഒന്ന് ക്ഷീണിക്കുമ്പോൾ, ഏറ്റവും ആദ്യം നമ്മൾ എന്താ പറയാ? പറയും? ഒന്നും പറയില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ. പറയാല്ലേ, ഒന്ന് നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ല, ഒന്ന് കിടക്കട്ടെ എന്ന് പറയാറില്ലേ? വാസ്തവത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മുകളിലേക്ക് പോയ ഫ്രീക്വൻസി സാവധാനം താഴേക്ക് വരും. എങ്ങനെ? കുറച്ച് സമയം മിണ്ടാതിരിക്കുമ്പോൾ, കുറച്ച് സമയം ഒന്നും കാണാതിരിക്കുമ്പോൾ, കുറച്ച് സമയം ഒന്ന് കേൾക്കാതിരിക്കുമ്പോൾ, അതായത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുമ്പോൾ. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആമയുടെ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, ഇനി സങ്കടം
സഹിക്കാൻ പറ്റാതെ വരുമ്പോ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അറിയാമോ? കരയുന്നത് മാത്രമല്ല, വെറുതെ കരയുന്നത് മാത്രമല്ല, അറിയോ? സങ്കടം സഹിക്കാൻ പറ്റാതെ വരുമ്പോ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയാറില്ലേ? നിലത്ത് കിടന്നുരുണ്ട് കിടന്ന് കരയാറില്ലേ? എന്തിനാ നിലത്ത് കിടക്കുന്നത്? ആരാ പറഞ്ഞത് നിലത്ത് കിടക്കാൻ സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോ നിലത്ത് കിടക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ നിലത്ത് കിടക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ. കത്തായി പോവാണ് ഭൂമിയുടെ ഈ ഭൂമി. ഫ്രീക്വൻസി എർത്താവുന്നതല്ല അവിടെ സംഭവിക്കും. ഒന്ന് എർത്താവും, അതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഫ്രീക്വൻസിയുമായിട്ട് വിലയം പ്രാപിക്കും. ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ താളവുമായിട്ട് താദാത്മ്യം പ്രാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സംഗതി. അപ്പൊ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ആരും അറിയാതെ തന്നെ ഈ സോഫ്റ്റ്വെയർ നമ്മളിലുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിന്റെ പഠനങ്ങൾ വെച്ചിട്ട്, നിന്റെ അറിവുകൾ വെച്ചിട്ട്, നിന്റെ അധികാരം വെച്ചിട്ട്, നിന്റെ പണം വെച്ചിട്ട്, നിന്റെ ബന്ധങ്ങൾ വെച്ചിട്ട്, നിന്റെ കഴിവ് വെച്ചിട്ട് നിനക്ക് പറ്റുന്നില്ലേ നിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ? എന്നാൽ അവിടെ കിടക്ക്. മനസ്സിലായോ അത് പറഞ്ഞത്? അപ്പോ അവിടെ ഈ പറയുന്ന ഭൂമിയുടെ താളവുമായിട്ട് സ്വാഭാവികമായിട്ടുള്ള വിലയം പ്രാപിക്കും. അവിടെ മനസ്സ് ഈ പറയുന്ന ഫ്രീക്വൻസി താഴേക്ക് വരും. ഫ്രീക്വൻസി താഴേക്ക് വന്നാൽ മനസ്സ് ശാന്തമാകും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എത്ര തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ ആ, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ചുരുക്കി പറഞ്ഞാല് നമ്മളിങ്ങനെ വീഴുമ്പോൾ തറയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സമയത്ത് ഇനിയിപ്പോ ശാരീരിക അസ്വസ്ഥതകൾ സംഭവിച്ചാലും അത് തന്നെയാണ്, ബോധം കെട്ടങ്ങ് വീണു പോകും. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട് ആ സമയത്ത് സംഭവിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിന്റെ മാനസിക അല്ലെങ്കിൽ ആഴത്തിലുള്ള ആത്മീയ സംഗതികളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള സംഗതികളെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഈ വിധത്തിൽ വീഴുമ്പോൾ വീണിട്ട് തറയിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഈ വൈബ്രേഷൻ ഓർ സ്പന്ദനം നമ്മുടെ ശരീരത്തിലൂടെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോഴായിരിക്കാം മനസ്സും ശരീരവും ശരിക്കും സ്വതസിദ്ധമായിട്ടുള്ള ശാന്തതയെ പുൽകുന്നത്, ആ ശാന്തതയിലേക്ക് എത്തുന്നത്, സാധാരണ അവസ്ഥയെ വീണ്ടെടുക്കുന്നത് വളരെ ഭംഗിയായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നിലത്ത് കിടന്നുറങ്ങുന്ന സമയത്തും ഇത് സംഭവിക്കുന്നുണ്ടാവണം. നോക്കൂ, ഞാൻ ഇന്നലത്തെ വെബിനാറിലും പറഞ്ഞു. അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ കാണുന്നത് മിക്കവാറും എല്ലാവരും 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പറയുന്ന മാതിരി മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിരുന്ന എത്രത്തോളം പേരന്നുണ്ടായിരുന്നു? നിങ്ങൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരന്ന് കേട്ടിരുന്നോ? സൈക്കോളജിസ്റ്റ് എന്നുള്ള പേര് എപ്പോഴാണ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് എന്നൊക്കെയുള്ള പേരുകൾ എപ്പോഴാണ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്? കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അത് പണ്ട് വളരെ കാലത്ത് കുറച്ചു അങ്ങനെ കാലത്തിന് പേരേ ഇപ്പുറമാണ്, ആരും കേട്ടിട്ടില്ല. അല്ലേ? നമ്മുടെ എനിക്കും ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടേ ഇല്ല സൈക്കോളജിസ്റ്റ് എന്ന് കേട്ടിട്ട്. ഞാനൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, UP ഹൈസ്കൂളൊക്കെ ആയപ്പോഴാണ് ഈ വാക്ക് കേട്ടു തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ഇങ്ങനെ കൊതിച്ചിരുന്നു. അത് ഇതായത് കൊണ്ടൊന്നുമല്ല, എന്തോ ഒന്ന് നമ്മള് ഒരു വിശിഷ്ട വ്യക്തിയെ കാണാൻ കൊതിക്കുന്ന മാതിരി അന്ന് കൊതിച്ചിരുന്നു. എന്തോ കാരണം കൊണ്ട്, ആ വാക്കിനോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ വളരെ വിരളമായിരുന്നു. ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ 24-ാമത്തെ വയസ്സിലെ സാറെ കണ്ടത്. ഭാഗ്യം ഒന്ന് മിണ്ടി കിട്ടി, അത് മതി. പറയൂ, എന്താ പറഞ്ഞ സജീവൻ? ഞാൻ 24-ാമത്തെ വയസ്സിൽ ക്ലാസ്സിൽ വെച്ചാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന ഒരു ആ, ഒരു ക്യാമ്പിന് പോയപ്പോ. അതാണ്. ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ മുട്ടി നടക്കാൻ വയ്യ. ഞാൻ എനിക്കിട്ട് തന്നെ രാവിലെ ട്രോള് കാണും. അപ്പോ
അപ്പോ എന്തുകൊണ്ടാണ് ആ സമയത്ത് അത്രമാത്രം സങ്കീർണതകൾ ഇല്ലാതിരുന്നത്? സങ്കീർണതകൾ ഇല്ലാതിരുന്നതല്ല, ഒരുപക്ഷെ ഇന്നത്തെക്കാൾ കൂടുതൽ സങ്കീർണതകൾ അന്നുണ്ടായിരുന്നു. ഇന്നത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്നുണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ മാതിരി അത്രത്തോളം സുരക്ഷിതത്വം, അടച്ചുറപ്പുള്ള വീടുകൾ അന്ന് അടുത്ത ദിവസം രാവിലെ എണീറ്റ ഭക്ഷണം കിട്ടുമെന്ന് പോലും അറിയില്ല. മെജോറിറ്റിയുടെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ശരിയല്ല സജീവൻ? ഉം. സത്യം സാറേ, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നിട്ടും സമാധാനം ഉണ്ടായിരുന്നില്ലേ? ഉം. എന്ത് പറയുന്നു മോഹൻദാസ്? നല്ല സമാധാനം ആ ഉണ്ടായിരുന്നു ആ കാലത്ത് സമാധാനം ഒന്നുമില്ലെങ്കിലും. എവിടെന്നാ കിട്ടിയത്? ആ സമാധാനം എവിടെന്നാ കിട്ടിയത്? എവിടേക്കാ പോയത്? ഉം. കല്യാണം കഴിച്ചതോടുകൂടി പോയതെന്ന് പറഞ്ഞ് തടിയൂരാ നമ്മുടെ നിൽക്കണ്ട കേട്ടാ. ഭൂമിയിൽ ഏ? ദിവ്യ ഇങ്ങനെ വിചാരിക്കുക രാവിലെ തന്നെ തുടങ്ങിയല്ലോ എന്ന് വെച്ചിട്ട്. നേച്ചറായിട്ട് നമ്മൾ വളരെ അടുപ്പം എക്സാക്ട്ലി. ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ കിടന്നിട്ടാ ഉറങ്ങിയിരുന്നത്? അന്നത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, നടക്കില്ല. അന്ന് എവിടെ? ഈ പറയുന്ന ചെറുപ്പകാലങ്ങളില്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെ കിടന്നിട്ടാ ഉറങ്ങിയിരുന്നത്? അധികം തറയിൽ പായ വിരിച്ച് തറയിൽ അത് കിടന്നിട്ട് ആ തറയില് പായ് വിരിച്ചിട്ടും വിരിക്കാതെയും ഒക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇന്നോ 4 കാലുള്ള കട്ടില്, അതിന്റെ മുകളിൽ 8 ഇഞ്ചുള്ള ബെഡ്, അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ ആ കിടത്തവും ഈ നിലത്ത് പായ വിരിച്ചിട്ടുള്ള കിടത്തവും, പ്രത്യേകിച്ച് പലപ്പോഴും ചാണകം മെഴുകിയ തറയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വെറും നിലത്തായിരിക്കും. ഇന്ന് കോൺക്രീറ്റിന്റെ മുകളിലും ടൈലിന്റെ മുകളിലും ഒക്കെയാണ്. അത് മോശമെന്നല്ലട്ടോ ഞാൻ പറയുന്നത്. ആ, അപ്പോ ഒന്നിനെയും കുറ്റം പറയുന്നില്ല, പക്ഷെ ചില വസ്തുതകൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. അപ്പോ ഈ പറയുന്ന വെറും നിലത്ത് അല്ലെങ്കിൽ ചാണകം മെഴുകിയ നിലത്ത് പായ വിരിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, നേരത്തെ മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ നമ്മൾക്ക് അനാവശ്യമായിട്ട് നമുക്ക് ഉചിതമല്ലാത്ത ഫ്രീക്വൻസികൾ, ഊർജങ്ങളൊക്കെ എർത്തായി പോകും. ഒന്ന്. 2, ഇത്രയും സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ താളവുമായിട്ടുള്ള ഒരു വിലയം പ്രാപിക്കൽ വരും. നമ്മുടെ ഫോണിന് വയർലെസ് ചാർജറിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സംഭവിക്കുന്ന സാധനം ഇല്ലേ, ഈ സംഗതി അവിടെ വരും. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ മാതിരി ഉള്ള ഈ സംവിധാനങ്ങളൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല, അത് വേണ്ടാന്നും പറയുന്നതല്ല, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ കിടക്കുമ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരു സംയമനം അവിടെ കിട്ടില്ല. അതുകൊണ്ടാണോ മരണപ്പെട്ട വീടുകളില് സാധാരണഗതിയിൽ ആളുകൾ തറയില് കുറച്ച് ദിവസം തറയിലാണ് കിടക്കുക? എക്സാക്ട്ലി, അത് തന്നെയാണ് കാര്യം. ഇനി സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കാം. സിമ്പിളായിട്ട് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഒരാഴ്ച ഇതുപോലെ പായ വിരിച്ച് കിടന്നു നോക്കൂ. 1. 2, മനസ്സിന് അസ്വസ്ഥതകൾ തോന്നുന്ന സമയത്ത് വെറും നിലത്തൊന്ന് പായ വിരിച്ച് കിടക്കാൻ പറ്റുമെങ്കിൽ, പായ ഇന്ന് കിട്ടുമോന്ന് എനിക്ക് അറിയില്ല, ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊക്കെ വിരിച്ച് കിടക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കിടന്നു നോക്ക്. ഇമ്മീഡിയറ്റ് ആയിട്ട് വ്യത്യാസം അറിയാം. ഇനി നിങ്ങളുടെ എവിടെയെങ്കിലും പറ്റിയാൽ, എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള വെറും മണ്ണുണ്ടെങ്കിൽ, പച്ച മണ്ണ്, വെറും മണ്ണുണ്ടെങ്കിൽ കിടക്കാൻ പറ്റുകയാണെങ്കിൽ, ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഒന്ന് കിടന്നു നോക്ക്. ഞാനത് അനുഭവിച്ചിട്ടാ പറയുന്നത്. അസാധാരണമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഇങ്ങനെയൊക്കെ സാധാരണ കിടക്കാൻ പറ്റുന്നത് അമ്പലം, ആൾത്തറ, അതിലൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ പുഴവക്കിലൊക്കെ പോയിട്ട് കിടക്കാൻ പറ്റും. കിടന്നിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? സജീവൻ ഒന്ന് പറയൂ, എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? നല്ല കാമാണ്, പെട്ടെന്ന് നമ്മൾ റിലാക്സ് ആയിട്ട്. എക്സാക്ട്ലി. നിങ്ങൾക്ക് എന്ത് ടെൻഷനും ആയിക്കോട്ടെ, മനസ്സ് എങ്ങനെ തിളച്ചു മറിഞ്ഞോട്ടെ, ഇത് ഒറ്റ പ്രയോഗത്തിൽ മാറും. പക്ഷെ സേഫ് ആയിരിക്കണം. അതാണ് എന്റെ വ്യത്യാസം. ചെറിയ കുട്ടികളെ, ആ ഇൻഫാന്റ് ബേബീസ് നമ്മള് സോറി, ശബ്ദം ക്ലിയർ ആവുന്നില്ല. പായയിൽ കിടത്തിയപ്പോ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം തോന്നി. കാരണം പിന്നെ തായി കിടന്നല്ലോ. ശബ്ദം താങ്കളുടെ എനിക്ക് മാത്രമാണോ ക്ലിയർ ആകാത്തത്, അതോ? അല്ല, ക്ലിയർ ഇല്ല. ക്ലിയർ അല്ല. അപ്പോ റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും. ഒരു കാര്യം, തൽക്കാലം വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു നോക്കൂ.
വീഡിയോ മാത്രം, മോഹൻദാസ് സാർ വീഡിയോ മാത്രം ഒന്ന് ഓഫ് ചെയ്ത് സംസാരിച്ച് നോക്കൂ. ഞാൻ എന്റെ മകനെ ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആ ആ നമ്മുടെ കാരണന്മാര് പറഞ്ഞു ഉം, ഒരു തഴപ്പായ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉം, അതിൽ കിടത്താൻ പറഞ്ഞു. ഉം, അപ്പൊ ഉം, പായ വാങ്ങിച്ച് കിടത്തിയപ്പോ സത്യം പറഞ്ഞ എനിക്ക് അത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി, കൊച്ചിനെ ഈ ആ, തറയിൽ കിടത്താന്ന് പറയുമ്പോ. ആ. പക്ഷെ കൊണ്ടുവന്ന് തറയിൽ കിടത്തുമായിരുന്നു. എപ്പോഴും അവന് തറയിലെ കൂടുതൽ കിടത്തും. അപ്പൊ അതിന്റെ അതിന്റെയൊക്കെ കാരണം ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. യെസ് യെസ്, ഇതാണ് കാരണം. ഉം. അന്ന് ഒരു പക്ഷെ താങ്കൾക്ക് നിവർത്തികേട് കൊണ്ട് താങ്കൾ സമ്മതിച്ചു കൊടുത്തായിരിക്കും അല്ലേ? ഏ 100%. പക്ഷേ ഇനിയിപ്പോ 100%. എക്സാക്ട്ലി ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? താങ്കൾക്ക് പവറുള്ള ഇടങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ താങ്കൾ അത് സമ്മതിക്കില്ല. അതൊക്കെ അശാസ്ത്രീയമാണ്, അതൊക്കെ പണ്ടത്തെ വിവരമില്ലാത്ത കാരണവന്മാര് പറഞ്ഞതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നു അല്ലേ? ഇനിയോ? ഇനി നമ്മള് അത് 100% അതുപോലെ ചെയ്യും. മാത്രമല്ല നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തുകൊണ്ട് കിടത്താം. അന്ന് കാരണവന്മാർക്ക് കൃത്യമായിട്ട് അതറിയില്ലായിരുന്നു, ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ശാസ്ത്രബോധമുള്ള ഇന്നത്തെ തലമുറയോട് കാര്യങ്ങൾ അവര് പഠിച്ച ശാസ്ത്രത്തിന്റെ അതേ താളുകൾ നിവർത്തി വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയും രാവിലെ വന്നിരുന്ന് കുറേ സമയം മൂളാൻ പറയുന്ന ഇതാണോ സംഗതി എന്ന് ചോദിക്കുക. അതിന്റെ കാരണം ഇതാണ്. ശരി, നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാം. അപ്പോ ഈ പറയുന്ന ഭ്രമരി വണ്ടിന്റെ മുകളില് ഈ ശബ്ദം പ്രപഞ്ചവുമായിട്ടുള്ള ഈ സമന്വയത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തും. നമ്മള് മെഡിറ്റേഷൻ്റെയൊക്കെ മുന്നിൽ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഈ ഭ്രമരി എന്താണെന്ന് പിന്നാലെ പറയും കേട്ടോ, എങ്ങനെയാണെന്ന് പിന്നാലെ പറയും. ഭ്രമരി പ്രാണായാമം ചെയ്തതിന് ശേഷം ഈ ശബ്ദത്തിലൂടെ ഒരു അല്പസമയം കടന്നു പോയതിനു ശേഷം നിങ്ങൾ ഏത് ധ്യാനം ചെയ്യുന്ന ആളായാലും അതിൽ മുഴുകുകയാണ് എങ്കിൽ അത് 10 മടങ്ങ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. അതിന്റെ ആധുനികവൽക്കരിച്ച രൂപമാണ് ബൈന്യൂറൽ ബീറ്റ്സ്. ബൈന്യൂറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കാണാൻ പറ്റും. ബൈന്യൂറൽ ബീറ്റ്സ് വേറെ ഒന്നുമില്ല. അത് ഓപ്പൺ ചെയ്താൽ ഈ പറയുന്ന ഇതേ മോളൽ തന്നെയാണ് ബൈനോറൽ ബീറ്റ്സിൽ സംഭവിക്കുന്നത്. അതിന് ചെറിയൊരു മാറ്റം കൊണ്ടുവരാറുണ്ട് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ. ഈ പറയുന്ന ഫ്രീക്വൻസിയെ സാധാരണ ഫ്രീക്വൻസി ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കയറിയിറങ്ങിയുള്ള സംഭവമാണല്ലോ. അപ്പൊ ഇതില് ഒരു ശബ്ദ തരംഗം ഇവിടെ വരും, അടുത്ത മൊമെന്റിൽ ശബ്ദതരംഗം ഇവിടെ ആയിരിക്കും, അടുത്തത് ഇവിടെ ആയിരിക്കും, വീണ്ടും അടുത്ത ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരും. ഇതിനെയാണ് ബൈനൂറൽ ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ബ്രെയിനിനെ മറ്റൊരു അവസ്ഥയിലേക്ക് ഈ ഭ്രമരി എത്തിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഭ്രമരിയിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഒരല്പം കൂടി മുന്നോട്ട് പോട്ടെ. അപ്പോ ഈ ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത് കേവലം ഒരു ശ്വസന വ്യായാമം എന്നുള്ളതിനപ്പുറം ആത്മീയമായിട്ടുള്ള ഉണർവിനെ, സ്പിരിച്വൽ അവേക്കനിങ്ങിനെ, അതുപോലെ ബോധത്തിന്റെ വളർച്ചയ്ക്ക് ഇതിനെല്ലാം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അന്തർമുഖത എന്ന് പറഞ്ഞാൽ ഉൾവലിയൽ. സംസ്കൃതത്തിൽ അതിനെ പ്രത്യാഹാര എന്ന് പറയും. ഈ പ്രത്യാഹാര എന്ന് പറയുന്നത് ആത്മീയതയുടെ ആദ്യത്തെ പടവായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പുറമേ നിന്നുള്ള ശ്രദ്ധയെ പൂർണ്ണമായിട്ടും പിൻവലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കുക, അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭ്രമരി ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഈ വണ്ടിന്റെ മൂളൽ ശബ്ദം, നമ്മുടെ ഉള്ളിൽ നിന്ന് മുഴങ്ങുന്ന ഈ ശബ്ദം ബാഹ്യമായിട്ടുള്ള പുറമേ നിന്നുള്ള മറ്റ് ശബ്ദങ്ങളെ തടയും, മറ്റ് ശബ്ദങ്ങളെ പ്രതിരോധിക്കും. അതുപോലെ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ, ഏകാഗ്രത നമ്മളിലേക്ക് മാത്രമാക്കി മാറ്റും. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ഹമ്മിങ് ശബ്ദം ഒരു കമ്പനം, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും അല്ലേ? ഈ പറയുന്ന ഈ വിധത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ പുറമേ നിന്നുള്ള മറ്റ് ഇൻഫർമേഷൻസിനെ എല്ലാം നമ്മളിലേക്ക് എത്തുന്നതിനെ തടയും. ഇതിൻ്റെയാണ് പ്രത്യേക
പ്രത്യാഹാര എന്നുള്ള ഇതിൽ പറയുന്നു. മനസ്സിന് പ്രത്യാഹാര, പുറമേ നിന്നുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഉൾവലിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഇനി ഈ പ്രത്യാഹാര എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് പോകാം. പ്രതി പ്ലസ് ആഹാര, പ്രതി ആഹാര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് പ്രത്യാഹാര എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആഹാര എന്ന് പറയുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന, കേൾക്കുന്ന, സ്പർശിച്ചറിയുന്ന, രുചിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഭക്ഷണത്തിനെ മാത്രമല്ല, ഭക്ഷണത്തിനെയല്ല ഇവിടെ ആഹാര എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പ്രതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ പ്രതിരോധിക്കുക, പിൻവാങ്ങുക. അതായത് നമ്മുടെ മനസ്സിന് ഇന്ദ്രിയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഇന്ദ്രിയങ്ങൾ നൽകുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള വിവരങ്ങൾ, ഇതിനെ തടയുക, ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നേരത്തെ സൂചിപ്പിച്ചു ആമയുടെ ഉദാഹരണം. ഭഗവത്ഗീതയിലെ അതുപോലെ യോഗ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യാഹാരെ വിവരിക്കാന് നമ്മൾ ആമയുടെ ഉദാഹരണത്തെ കൊടുക്കാറുണ്ട്. അതായത് ആമ ഒരു അപകടം മണക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? അതിൻ്റെ കൈകാലുകളും തലയുമെല്ലാം തോടിനുള്ളിലേക്ക് വലിക്കും. അതുപോലെ ഒരു യോഗി അവൻ്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് അവൻ്റെ ഇന്ദ്രിയങ്ങളെ ബോധപൂർവം തന്നെ ഉള്ളിലേക്ക് വലിക്കും. ബാഹ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നെല്ലാം അവൻ പിൻവലിയും. അവിടെ ഒരു തമാശയ്ക്ക് പറയുന്ന കാര്യമുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ധ്യാനം ചെയ്യുന്നവരാണല്ലേ, ഏതെങ്കിലും വിധത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യുന്നവരാണല്ലേ. അവിടെ കുറച്ച് തമാശയ്ക്കും കുറച്ച് കാര്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ധ്യാനം, നമ്മൾ കടന്നു പോകുന്ന മെഡിറ്റേഷൻ മറ്റാരുടെയൊക്കെയോ ഔദാര്യമാണ് എന്ന്. എന്താണ് അർത്ഥം എന്ന് മനസ്സിലായോ? അതായത് ധ്യാനം ചെയ്യാതിരിക്കുമ്പോ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പറയും, എടാ അച്ഛൻ ധ്യാനം ചെയ്യാനിരിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ ധ്യാനം ചെയ്യാതിരിക്കുകയാണ്, മിണ്ടരുത്, കുറെ സമയത്തേക്ക് ഒച്ച ഉണ്ടാക്കരുത്, മറ്റുള്ളവർ പറയും ടി വി ഓൺ ചെയ്യരുത്, റേഡിയോ ഓൺ ചെയ്യരുത്, മൊബൈൽ സൈലന്റ് ആക്കണം, ഇങ്ങനെ കുറേ വാതിൽ ആരും വന്ന് മുട്ടരുത്. അപ്പൊ ഈ പറയുന്ന നിബന്ധനകൾ ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ധ്യാനം പോയി. ആരെങ്കിലും വന്ന് ടി വി ഓൺ ചെയ്താൽ നമ്മുടെ ധ്യാനം പോയി. ആരെങ്കിലും ഒന്ന് ഉറക്ക സംസാരിച്ചാൽ നമ്മുടെ ധ്യാനം പോയി. എന്തിനൊന്ന് ഉറക്ക തുമ്മിയാൽ പോലും നമ്മുടെ ധ്യാനം പോകും. ഇന്നത്തേത് പോയി, ഇന്നത്തേത് ഇയാൾ കൊണ്ടുപോയി. തെങ്ങിൽ നാളികേരം വീണാൽ നമ്മുടെ ധ്യാനം പോയി. അതുകൊണ്ടാ പറയുന്നത്, ആരുടെയൊക്കെയോ ഔദാര്യമാണ് നമ്മുടെ ധ്യാനം. ആരും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇന്ന് നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിലപ്പുറം ഏത് എത്രമാത്രം ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും, എത്രമാത്രം ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും, എത്രമാത്രം ആൾക്കൂട്ടങ്ങൾക്കിടയിലും നിങ്ങൾക്ക് ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് ധ്യാനം. അല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ചെയ്യുന്നതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തുടക്കത്തിൽ അതൊക്കെ നിവർത്തിയുള്ളൂ. ആരെങ്കിലുമൊക്കെ കനിയണം നമുക്ക് ധ്യാനം ചെയ്യണമെങ്കിൽ. അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക. ആമ അതിന്റെ കൈകാലുകളെയും തലയൊക്കെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാല് പിന്നെ പുറമെ എന്ത് നടന്നാലും അതിനെ ബാധിക്കില്ല. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഭ്രമരി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ശരിക്കും ഭ്രമരി പ്രാണായാമത്തിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസിനെ കട്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ണുകളടച്ച്, ചെവികളടച്ച് നമ്മൾ പരമാവധി ഇൻഫർമേഷൻസിനെ അവിടെ കട്ടാക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, അവിടെ ഷൺമുഖി മുദ്ര എന്നുള്ള ഒരു മുദ്ര നമ്മൾ ഉപയോഗിക്കും. ഷൺമുഖി മുദ്ര ആദ്യം കണ്ടോളൂ, ഞാൻ പറയാം അതെങ്ങനെയാണെന്നുള്ളത്. ഈ രണ്ട് വിരൽ ഇങ്ങനെ എടുക്കുക, ഈ രണ്ട് വിരൽ എടുക്കുക, ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക.
കണ്ണുകൾ ആദ്യം ഒന്ന് അടച്ചു വെക്കുക. ഇപ്പൊ അടയ്ക്കരുത്, കണ്ണുകൾ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് കണ്ണുകളുടെ മുകളിൽ ഈ വിരലുകൾ മൃദുവായിട്ട് വെക്കുക. എന്തിനാണെന്നറിയാമോ? അടച്ച കണ്ണിന്റെ മുകളിൽ എന്തിനാണ് ഒന്നുകൂടി വിരൽ ഫീൽ ചെയ്യുന്നത്? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണുകൾ അടച്ചു എന്ന് വിചാരിച്ചോളൂ, പക്ഷെ എങ്കിലും ഒരു പ്രകാശം ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വെറുതെ ഒന്ന് കണ്ണടച്ച് നോക്ക്, ചുമ്മാ ഒന്ന് കണ്ണടച്ച് നോക്ക്, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു പ്രകാശം കാണാനുണ്ട്. അതേസമയം അടച്ച കണ്ണുകളുടെ മുകളിൽ വെറുതെ ഒന്ന് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ഒന്ന് കൈവച്ച് നോക്കൂ, സമ്പൂർണമായിട്ടുള്ള ഇരുട്ട് നിങ്ങൾക്ക് കാണാം. ഒന്ന് വെച്ച് നോക്കിയേ, കണ്ണുകൾ അടച്ചിട്ട് വെറുതെ കൈകൾ ഇങ്ങനെ വെച്ച് നോക്കിയേ, സമ്പൂർണമായിട്ടുള്ള ഇരുട്ട് കാണാം. ആദ്യം കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടച്ചിട്ട് അതൊന്ന് ഫീൽ ചെയ്യുക, അതിനുശേഷം കൈകൾ കൂടി ഇങ്ങനെ വെക്കുക. അപ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. സമ്പൂർണമായിട്ടുള്ള ഇരുട്ട് കാണും. പൂർണ്ണമായിട്ടും പ്രകാശത്തിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് നമ്മളവിടെ പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടം കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുക, കണ്ണുകൾക്ക് മുകളിൽ ഇത് വയ്ക്കുക. എന്നിട്ട് ഈ 2 പെരുവിരലില്ലേ, ഈ പെരുവിരല് ചെവികൾക്കുള്ളിലേക്ക് തിരികെ വെക്കുക. വേദനിക്കാതെ ചെവികളെ അടച്ചു വെക്കുക. ദാ ഇങ്ങനെ കണ്ടോ, ചെവി ഇപ്പൊ കണ്ണടഞ്ഞു, ചെവി അടഞ്ഞു, വാ നമ്മൾ അടച്ചു വെക്കും. വാ വേണമെങ്കിൽ ഇതെങ്ങനെ അടച്ചു വെക്കാം. ഇങ്ങനെ ചുണ്ടുകളെ അടച്ചു വെക്കും. അപ്പൊ കണ്ണ്, ചെവി, ആവശ്യമെങ്കിൽ വായ അല്ലാതെ പൊട്ടിയാലും മതി. എനിവേ ഇത് അടച്ചു വെക്കുക. അതിനുശേഷം സാവധാനം ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഞാനൊരു പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ വിധത്തില് ഹം എന്നുള്ള ശബ്ദം ഉണ്ടാക്കുക. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൂടി എക്സ്പീരിയൻസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത്. ഭ്രമരി. കണ്ണുകൾ അടച്ചു വെക്കുന്നു, ചെവി അടച്ചു വെക്കുന്നു, വായടച്ചു വെക്കുന്നു, ശ്വാസം സാവധാനം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഹം ഈ ശബ്ദമുണ്ടാക്കി സാവധാനം പുറത്തേക്ക് വിടുന്നു. ഇത് മിനിമം 7 പ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളതാണ്. മിനിമം 7 പ്രാവശ്യം. ഇതിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അഷ്ടാംഗയോഗയില് പ്രത്യാഹാര എന്ന് പറയുന്നത് ഒരു പാലം പോലെയാണ്. ആദ്യത്തെ 4 ഘട്ടങ്ങളുണ്ട്: യമം, നിയമം, ആസനം, പ്രാണായാമം. ഇത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, ബാഹ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ. അവസാനത്തെ 3 ഘട്ടങ്ങള് ധാരണ, ധ്യാനം, സമാധി. അവസാനത്തെ 3 ഘട്ടങ്ങള് ധാരണ, ധ്യാനം, സമാധി. ഇത് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന ആദ്യത്തെ 3 ഘട്ടങ്ങളെയും അതുപോലെ അവസാനത്തെ 3 ഘട്ടങ്ങളെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലമായിട്ടാണ്, ഒരു ബ്രിഡ്ജായിട്ടാണ് പ്രത്യാഹാര എന്നുള്ള ഈ അവസ്ഥയെ കാണുന്നത്. അതായത് ശരിക്കും ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ പറ്റിയാൽ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ ധ്യാനത്തിലേക്ക് കടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ അപ്പുറത്ത് കുട്ടി ഒച്ചയുണ്ടാക്കിയാൽ അവിടുന്ന് അലറാൻ തുടങ്ങും. അതോടുകൂടി ധ്യാനം പോയി. ആര് കൊണ്ടുപോയി? കുട്ടി കൊണ്ടുപോയി. കുട്ടി കടാക്ഷിച്ചില്ല. അതാ സംഭവിക്കുന്നത്. അതുപോലെ ചക്രകളുടെ, നമ്മുടെ പ്രധാന വിഷയം ചക്രകളാണ്. ചക്രകളുടെ ഉത്തേജനം, ഭ്രമരി ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഈ പ്രകമ്പനം, വൈബ്രേഷൻ പ്രധാനമായിട്ടും ശിരസിൽ അനുഭവപ്പെടും. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അറിയാം, ശിരസിൽ അനുഭവപ്പെടും. ഇത് നെറ്റിയുടെ ഈ മധ്യഭാഗത്തുള്ള ആജ്ഞാചക്ര, അതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കും വരുന്ന ക്ലാസ്സുകളിൽ. ആജ്ഞാചക്ര, അതുപോലെ ശിരസിന്റെ മുകൾ ഭാഗത്തുള്ള സഹസ്രാര ചക്ര, ഇതിനെല്ലാം ഉത്തേജിപ്പിക്കും. ഇത് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ
ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയ്ക്ക്, അതുപോലെ പരമാത്മബോധത്തിലേക്ക്. പരമാത്മബോധം എന്ന് പറഞ്ഞാൽ ഞാനും പ്രപഞ്ചവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, അതിലൂടെ പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകൾ ആർജിക്കാൻ സാധിക്കുന്ന ആ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് ഈ പറയുന്ന ചക്രകളുടെ ഉണർവ് തീർച്ചയായിട്ടും അവിടെ വേണ്ടതുണ്ട്. ആ ഉണർവിന് ഭ്രമരി പ്രാണായാമം വളരെ ഗംഭീരമായിട്ട് സഹായിക്കും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാദാനുസന്ധാനം. അതായത് യോഗശാസ്ത്ര പ്രകാരം നാദം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മ മീൻസ് ഈശ്വരൻ, ബ്രഹ്മമാണ്. നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെ ഉപാസിക്കുന്നതിനെയാണ് നാദാനുസന്ധാനം എന്ന് പറയുന്നത്. ഭ്രമരിയിലൂടെ നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മുടെ സ്വന്തം ശബ്ദ തരംഗങ്ങളെ, ആ കമ്പനങ്ങളെ നമ്മൾ പിന്തുടരുന്നുണ്ട്. അതിലൂടെ മനസ്സിനെ ശൂന്യതയിലേക്ക്, അതിലൂടെ അഗാധമായ ധ്യാനത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി ഇതിലൂടെ സംഭവിക്കുന്ന വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പിനെയിൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇതിനെല്ലാം കുറച്ച് വിശദമായിട്ട് പോകുന്ന വഴിക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാകും കേട്ടോ. ഇതെല്ലാം തലയ്ക്കുള്ളിലെ ബ്രെയിനിനുള്ളിലെ സൂക്ഷ്മ ഗ്രന്ഥികളാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഉണർവില്, അതുപോലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയില്, ഇതിനെല്ലാം ഈ ഗ്രന്ഥികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഭ്രമരിയിലൂടെ സംഭവിക്കുന്ന കമ്പനം ഈ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കും. അതിലൂടെ മനസ്സിനെ വളരെ ശാന്തമായിട്ടുള്ള ആൽഫ തീറ്റ സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കും. ഈ അവസ്ഥയിൽ ഒരാൾക്ക് വളരെ വലിയ ആത്മീയ അനുഭവങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ആത്മീയ അനുഭവങ്ങൾ സംഭവിക്കും. ഇനി അതുപോലെ തന്നെ കുണ്ഡലിനി ഉണർവിൻ്റെ കാര്യമെടുത്താൽ, സ്ഥിരമായിട്ടുള്ള ഭ്രമരി പ്രാണായാമത്തിലൂടെ സുഷുമ്ന നാഡിക്കുള്ളിലുള്ള ഊർജപ്രവാഹം കൂടുതൽ സുഗമമാവും, കൂടുതൽ ഭംഗിയായിട്ട് നടക്കും. ഇത് കുണ്ഡലിനി ശക്തിയുടെ ഉണർവിനെ, അല്ലെങ്കിൽ കുണ്ഡലിനി ശക്തിയിലുള്ള തടസ്സങ്ങൾ നീക്കും. അപ്പോൾ ഏത് വിധത്തിൽ നോക്കിയാലും ഭ്രമരി വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, നമ്മുടെ അഹംഭാവത്തെ, ഞാൻ എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കിയിട്ട് പ്രപഞ്ചവുമായിട്ട് സംയമനം പ്രാപിക്കാൻ, വിലയം പ്രാപിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് ഭ്രമരി. ഭ്രമരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആദ്യം ഒന്നുകൂടി പറയാം. നമ്മളുടെ ഇരിപ്പിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നട്ടെല്ല് നിവർത്തി വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക, ഈ വിധത്തിലിരിക്കുക 90 ഡിഗ്രിയിൽ. കഴിയുമെങ്കിൽ, ഇപ്പോൾ ഒരുപക്ഷെ സാധ്യമല്ലായിരിക്കാം, പക്ഷെ നമ്മൾ ശരിക്കും ശീലിക്കുന്ന സമയത്ത് കാല് മടക്കിയിട്ട് പത്മാസനത്തിലിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഇരിക്കുക. പക്ഷെ നട്ടെല്ല് നിവർത്തിയിരിക്കുക, സുഖപ്രദമായിട്ട്. കണ്ണുകൾ അടയ്ക്കുക. ഇപ്പൊ അല്ല, കേൾക്കുക. കണ്ണുകൾ അടയ്ക്കുക. കൂട്ടത്തില് ചൂണ്ടുവില്ലും നടുവില്ലും വെച്ചിട്ട് സാവധാനം കണ്ണുകൾ അമർത്തി വെക്കരുത് കേട്ടോ. കണ്ണുകൾക്ക് വേദന ഉണ്ടാവരുത്. ജസ്റ്റ് ആ കൺപോളയ്ക്ക് മുകളിൽ ഒരു ഷീൽഡായിട്ട്, ഒരു ചെറിയ കവചമായിട്ട് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ പെരുവിരൽ കൊണ്ട് ചെവിയും അടയ്ക്കുക, വായ അടച്ചു വെക്കുക. അതിനുശേഷം ഈ പറയുന്ന വണ്ട് മൂളുന്നത് പോലെയുള്ള ശബ്ദം, ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് വണ്ട് മൂളുന്നത് പോലെയുള്ള ശബ്ദം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്ന്, മാനസിക സമ്മർദ്ദങ്ങളെ കുറയ്ക്കും, മനസ്സിനെ ശാന്തമാക്കാൻ, പെട്ടെന്ന് ശാന്തമാക്കാൻ സഹായിക്കും. അതുപോലെ
രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ നമ്മുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. BP തുടങ്ങിയ തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവിടെ ആശ്വാസം കിട്ടും. അതുപോലെ തൈറോയിഡ്, കഴുത്തിലെ തൈറോയിഡ്, ഇതിലും വളരെ കാര്യമായിട്ടുള്ള ഒരു സമാധാനം കിട്ടും. ഇനിയുമുണ്ട്, കഴിഞ്ഞില്ല. ശാസ്ത്രീയമായിട്ട് നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ ഭ്രമരി ചെയ്യുന്ന സമയത്ത് മൂക്കിൻ്റെ ഉള്ളിലെ സൈനസുകളിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം സാധാരണയേക്കാൾ ഏകദേശം 15 മടങ്ങ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തഓട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ അത് നമ്മളെ കൂടുതൽ സമാധാനത്തിലേക്ക്, കൂടുതൽ ആരോഗ്യത്തിലേക്ക് നയിക്കും. മാത്രമല്ല, ഈ പറയുന്ന ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് കൂടുതൽ പാകമാകും. വളരെ അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ സമയത്ത് സ്വയം കൊടുത്താൽ പോലും സാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കും. ഇത്രയൊക്കെയാണ് ഭ്രമരിയെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഭ്രമരി എത്ര സമയം ചെയ്യണം? സാധാരണഗതിയിൽ തുടക്കത്തിൽ 7 പ്രാവശ്യം ചെയ്യുക. 7 പ്രാവശ്യത്തിൽ നമ്മൾ മറ്റേതെങ്കിലും ധ്യാനങ്ങൾ 7 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു തവണ സമയം എത്ര എടുക്കണം? അത് ഒരു സമയം എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് നമ്മൾ വിടുന്നതാണ് ഹമ്മിങ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യമായി വീണ്ടും സാവധാനം ഒന്നും കൂടി, വളരെ സാവധാനം റിലാക്സ് ആയിട്ട് ഒന്നുകൂടി ഉള്ളിലേക്ക് എടുത്ത് വീണ്ടും ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് വിടുന്നത് 2 പ്രാവശ്യമായി. അങ്ങനെ 7 പ്രാവശ്യം. സാറേ, ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ക്യാമറ ഓഫ് ശരി, സാരില്ല, ഡോണ്ട് വറി, സാരില്ല. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാം. ഏകദേശം പ്രായം നോക്കുക, അവരുടെ ശാരീരിക അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, മറ്റെന്തെങ്കിലും? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി അതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കംഫർട്ടബിൾ ആയിട്ട് മീൻസ് നിവർന്നിരിക്കുക. നിങ്ങളുടെ ഇരിക്കുന്ന ഇരിപ്പ് മതി, പക്ഷെ നട്ടെല്ല് നിവർന്നിരിക്കണം. സുരേഷ് സാർ നിവർന്നിട്ടാണോ ഇരിക്കുന്നത്? യെസ്, അതാണ് വേണ്ടത്. നിവർന്നിരിക്കുക. അതായത് നിവർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൂർധാവ് മുതൽ നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗം ടെയിൽ ബോൺ ഉണ്ടല്ലോ, അതുവരെ ഒരു ലംബമായിട്ട് വരണം. ഇവിടെ നിന്നൊരു ടോർച്ച് അടിച്ചാൽ താഴേക്ക് എത്തണം, അത്ര ലംബമായിട്ട് വരിക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊടുത്താൽ മതി. ശരി, ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കണ്ണടച്ചാൽ മതി കേട്ടോ. ഞാൻ പറയുമ്പോൾ തന്നെ കണ്ണടയ്ക്കണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്നത് സാവധാനം കംഫർട്ടബിൾ ആയിട്ടിരുന്നു. ഇനി മെല്ലെ കണ്ണടച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 2 വിരലുകൾ കണ്ണിൽ വെക്കുക, കണ്ണിൽ മൂടുക. പെരുവിരലുകൾ കൊണ്ട് ചെവികൾ അടയ്ക്കുക. ഇനി ആവശ്യമെങ്കിൽ ഈ ചെറിയ വിരലും മോതിരവിരലും കൊണ്ട് ചുണ്ടുകളൊന്ന് അടച്ചു പിടിക്കുക. അത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ. എന്നിട്ട് 7 പ്രാവശ്യമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തൽക്കാലം ഞാൻ നിങ്ങളെല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാ ശബ്ദങ്ങളും കൂടി ഒരു പക്ഷേ കംഫർട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം ഈ 2 വിരലുകൾ കണ്ണിന്റെ മുകളിൽ കവചമായിട്ട് വെക്കുക. പെരുവിരലുകൾ കൊണ്ട് ചെവികളെ അടയ്ക്കുക. സാവധാനം ശ്വാസമുള്ളിലേക്കെടുത്ത് ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് വിടുക.
ഉം. 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 കഴിഞ്ഞുവെങ്കിൽ കൈകൾ മാറ്റാം, സാധാരണ അവസ്ഥയിലേക്ക് വരാം. സ്വന്തം മനസ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. എത്രമാത്രം ശാന്തമാണ്, എത്രമാത്രം ശൂന്യമാണ്. എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് പിരിയാം. മാക്സിമം എത്ര വരെ ചെയ്യാം? തുടക്കത്തിൽ ഇത്ര മതി. നോക്കൂ, ഇപ്പോ ഒരു ഒരു മറ്റൊരവസ്ഥ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ തുടക്കത്തിൽ നമ്മൾ കൂടുതൽ തവണ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മാനസികമായിട്ടുള്ള ചില ഇംബാലൻസിങ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ 7 ചെയ്താൽ മതി, പിന്നെ ആവശ്യമെങ്കിൽ കൂട്ടിയെടുക്കാം, 21 അങ്ങനെ മുന്നിലേക്ക് പോകാം. ഓക്കെ. സാറേ ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് കിട്ടാൻ വേണ്ടി എനിക്ക് ഡ്യൂട്ടി ആയിട്ട് ക്ലാസ്സിൽ കയറാൻ റെക്കോർഡ് ഇടും കേട്ടോ, റെക്കോർഡ്. ഓക്കെ. ഇത് എന്തുകൊണ്ടാണ് ഓഡ് നമ്പറിൽ ചെയ്യുന്നത്? ഓഡ് നമ്പർ 7 ചെയ്യുന്നതിന് ആത്മീയമായിട്ടുള്ള മേഖലകളിൽ പൊതുവിൽ ഓഡ് നമ്പറിന് പൊതുവിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതിൻ്റെ തിയറിറ്റിക്കലായിട്ട് കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ പോകാം. എന്തുകൊണ്ട് ഓഡ് നമ്പർ 101 തുടങ്ങിയ നമ്പറുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിലേക്ക് പോകാം. കാരണം ഈ പറയുന്ന നമ്പറുകൾക്ക്, അതുപോലെ പ്രപഞ്ചത്തിന്റെ താളത്തിന് ഒക്കെ പ്രാപഞ്ചികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും തമ്മിൽ സംയോജനമുണ്ട്. ഈ സാമ്യതകളുമായിട്ട് ഇഴുകിച്ചേരുക എന്നുള്ളതിനാണ് നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഭ്രമരിയിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്താ? പ്രപഞ്ചത്തിന്റെ താളത്തിലേക്ക് നമ്മൾ ഇഴുകിച്ചേരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമ്പറുകളിലും പലയിടങ്ങളിലും കാരണങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, 1 എന്ന് പറയുന്നത് ഏകത്വമാണ്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ 5 എണ്ണമാണ്. ഇതുപോലെ പലതുമായിട്ട് ബന്ധമുണ്ട് ഈ പറയുന്ന ഒറ്റയക്കങ്ങൾക്ക്. അതിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരിക്കൽ വിശദമായിട്ട് പോകാം. ഓക്കെ. മറ്റെന്തെങ്കിലും? ശരി. അപ്പൊ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസങ്ങളിലും കഴിയുന്നിടത്തോളം രാവിലെയും വൈകുന്നേരവും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. മാത്രമല്ല, സ്വയം പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വായിച്ചു നോക്കുക. വളരെ മനോഹരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. നമ്മൾ ഒരുപക്ഷെ സ്വന്തം കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണോ എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, ഞാനിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവ് കണ്ടു, അതിന് നന്ദി എന്ന് എഴുതിയിടുകയാണ്. അപ്പൊ ഒരുപക്ഷെ ആയിരിക്കും, ഒരു പൂവ് കണ്ടതിനൊക്കെ എന്ത് നന്ദി, അതിനൊക്കെയാണോ നന്ദി പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ പലരും ഒരു പൂവ് കണ്ടിട്ട് എവിടെയെങ്കിലും പോത്ത് നിൽക്കുന്ന ഇങ്ങനെ വെറുതെ നോക്കി പോകുന്നില്ല, വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണുന്നതല്ല, ശരിക്കും അതിനെ മനസ്സുകൊണ്ട് ഒപ്പിയെടുത്തിട്ട് എത്ര കാലമായി. അതുപോലെ ആ പൂവിനെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ
അതിൻ്റെ പിന്നിൽ എത്രമാത്രം സങ്കീർണമായിട്ടുള്ള പ്രോസസ്സുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എനിവേ, അപ്പോൾ നന്ദി എഴുതിയിടുക, ഗ്രച്ചൂഡ് കൃത്യമായിട്ട് എഴുതിയിടുക, മറ്റുള്ളവർ എഴുതിയിടുന്ന വായിക്കുക, ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അവിടെ താഴെ അന്ന് മെൻഷൻ ചെയ്തിട്ടൊരു ഒരു തമ്പ് കൊടുക്കുകയോ ഒരു ഫ്ലവർ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. നമ്മളത് കണ്ടു, മറ്റുള്ളവർ അതിന് അംഗീകാരം കിട്ടി, ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഒരല്പം സമയം അതിനൊക്കെ കണ്ടെത്തുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ പുതിയൊരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് വരുന്നുണ്ട്, ആൽക്കമി. 14 ദിവസത്തെ ക്ലാസ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. വീഡിയോ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതൊന്ന് കാണുക. കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. അത് റെക്കോർഡഡ് ഓഡിയോസ് ആണ് വരുന്നത്, വാട്സപ്പിലൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കാണാം കേട്ടോ. ശരി. അപ്പോൾ ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അറിവുകൾ പകർന്നു തരുന്ന എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രപഞ്ചബോധത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, അതോടൊപ്പം ഇതുവരെ എന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു, സർ. താങ്ക് യു.